ഹലോ, ഞാൻ രമാഫൈ റിട്ടയർഡ് ഹെഡ്മിസ്ട്രസ് ജെസിസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള മാസം 1200 ആണ്ട് ചിങ്ങം 1 കർഷക ദിനമാണല്ലോ. നമ്മുടെ ജീവൻ നിലനിർത്താനായി മണ്ണിനോട് പടപൊരുതുന്ന കർഷകരെ ആദരിക്കുന്ന ചടങ്ങ് കേരളമൊട്ടാകെ നടക്കുകയാണല്ലോ. അതിൽ എനിക്കും കിട്ടിയ ഒരു ആദരവ്. ആ ചടങ്ങ് കാണാൻ നമുക്ക് പോയാലോ? ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സുഷമ അവർകളെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ എല്ലാ കാര്യവും കൂടെ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്ന വാർഡ് മെമ്പർമാരായ ശ്രീ കെ വിഷ, ശ്രീമതി കെ അമ്പിളി, ശ്രീ വട്ടപ്പറ നിസാർ, ശ്രീമതി ജോളി ജെയിംസ്, ശ്രീമതി ജസീന ജെയിൻ, ശ്രീമതി എസ് എം സമീന, ശ്രീ പി ആർ സന്തോഷ്, ശ്രീമതി കെ വിജി, ശ്രീ ടി കെ ജോലിദാസ്, ശ്രീ വി രമേശ്, ശ്രീമതി എ കെ മെഹുനിസ, ശ്രീമതി ജുബൈലിയ ബീവി എന്നിവരെ വളരെയേറെ ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പഞ്ചായത്തിന്റെ തന്നെ വികസന കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും മറ്റുമെല്ലാം എല്ലാവരെയും എപ്പോഴും നയിക്കുന്ന നിർദ്ദേശങ്ങൾ തന്ന് സഹായിക്കുന്ന നമ്മുടെ കൃഷിവകുപ്പ് എല്ലാം തന്നെ സജീവ പങ്കാളിയായി നൽകുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനും ബഹുമാനീയനുമായ പ്രസിഡന്റ് വെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ശ്രീ പി ആനന്ദ സാറിനെ ഏറെ ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി റീന, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷൈകുമാർ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അഡ്വക്കേറ്റ് ആർ ജയന്തി ദേവി, പ്രിയപ്പെട്ട വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ബിജു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശ്രീ ജയശ്രീ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശ്രീ എച്ച് സാഹിദ്, പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ ശ്രീമതി കരികന്നൂർ സുഷമ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ അംഗങ്ങൾ, അതോടൊപ്പം തന്നെ സർവീസ് സഹകരണ ബാങ്ക് വെളിനല്ലൂരിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ പി ആനന്ദൻ, CDSന്റെ ചെയർപേഴ്സൺ ശ്രീമതി സജിത പായ്ച്ചു, പാടശേഖര സമിതിയുടെ പ്രിയപ്പെട്ട നമ്മുടെ ശ്രീ ജി മുരളീധരൻ പിള്ള, അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ കൂടിയായ ശ്രീ സുനു ഉൾപ്പെടെയുള്ള നമ്മുടെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട മുതിർന്ന കർഷകരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പത്രമാധ്യമ പ്രവർത്തകരെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ ചിങ്ങം 1 ആഘോഷിക്കുവാൻ കഴിയും. അങ്ങനെ പറയുമ്പോഴും നമ്മുടെ അൻസർ പറഞ്ഞതുപോലെ വലിയൊരു ദുരന്തം നമ്മുടെ കൺമുമ്പിലൂടെ ഇന്ന് കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാ ദിവസങ്ങളോളം വയനാട്ടിൽ എത്തിയിരുന്നു. നമ്മുടെ സഹോദരങ്ങളെ ആശ്വസിപ്പിക്കുവാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഗവൺമെന്റ് തലത്തിൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ അംഗങ്ങളും, മന്ത്രിസഭയിലെ അംഗങ്ങളെല്ലാം തന്നെ അവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് പച്ചക്കറി എന്ന തരത്തിലേക്കും നമ്മുടെ വീടുകളുടെ ടെറസുകളിലും അടുക്കള മുറ്റത്തുമൊക്കെ ഒരു കാലഘട്ടത്തിൽ നല്ലതുപോലെ ഈ ഗവൺമെന്റ് കാലഘട്ടത്തിൽ തന്നെ നമ്മൾ പച്ചക്കറികൾ വെച്ച് പിടിപ്പിച്ച ഒരവസ്ഥ നമുക്ക് കണ്ടു. കാരണം എല്ലാ മേഖലകളിലും ഈ
പന്നി ആക്രമണം ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മുടെ പഞ്ചായത്തിൽ വെടിവെക്കാൻ അനുമതിയുള്ള 1-2 പേര് നമുക്ക് കൊണ്ടുവന്നാൽ ഏത് പ്രദേശത്ത് എപ്പോൾ പന്നി ഇറങ്ങും നമ്മളിതിന് കാത്തിരുന്നതിന് അനുമതി. ഇപ്പോൾ അതാണ് നടക്കുന്നത്. കേരളത്തിലെ പല പഞ്ചായത്തിലും ഇപ്പോൾ തോക്കും പിടിച്ച ആൾക്കാരെ നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തണം. നമ്മുടെ കൃഷിക്കാരുടെ തോട്ടങ്ങളിൽ ചെല്ലണം. രാത്രിയായാലും പതിയിരുന്നായാലും അതിനെ കൊല്ലണം. പക്ഷെ അതിന് ഒരു കാര്യമുണ്ട്, അതിന് എണ്ണ ഒഴിച്ച് കൊല്ലണ്ട, മണ്ണെണ്ണ ഒഴിച്ച് എണ്ണ തീരും. അതുകൂടെ പറയും. മികച്ച കർഷകൻ സിഒ തങ്കച്ചൻ, കളത്തിൽ വീട്, ചെറുവക്കൽ. അടുത്ത മികച്ച ഉൽപാദനക്ഷമത കൂടിയ കർഷകൻ ശ്രീ രാജേന്ദ്ര പ്രസാദ് പാലാട്ട്. കുറഞ്ഞ സ്ഥലത്ത് നിന്നും കൂടുതൽ ഉൽപാദനം നടത്തി വരുന്നു. മികച്ച ജൈവ കർഷക ശ്രീമതി രമാഭായി ലക്ഷ്മി വിലാസ്. 90 സെന്റ് സ്ഥലത്ത് ജൈവ രീതിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തു വരും. മികച്ച സംയോജിത കർഷക ശ്രീമതി നാസില ബീവി അജ്മൽ മൻസിൽ. 32 ആട്, പശു കൂടാതെ 1.5 ഏക്കർ സ്ഥലത്ത് ഇടവിളയും വാഴ കൃഷിയും ചെയ്തു വരും. അടുത്ത മികച്ച യുവ കർഷകൻ ശ്രീ ഷൈലാജ് മൻസിൽ. 1 ഇഞ്ച് സ്ഥലം പോലും പാഴാക്കാതെ സ്വന്തം കൃഷിയിടത്തിൽ പച്ചക്കറി, ഇഞ്ചി, കുരുമുളക്, വിവിധ തരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ, ഇടവിള, കോഴിവളർത്തൽ തുടങ്ങിയവ ചെയ്തു വരും. മികച്ച എസ്.സി. കർഷകൻ ശ്രീ രാജേന്ദ്രൻ പുത്തൻകുളം താഴത്തിൽ. പാട്ടത്തിനടുത്ത സ്ഥലത്ത് നെൽകൃഷിയും പച്ചക്കറി കൃഷിയും ചെയ്തു വരും. മികച്ച മികച്ച നെൽ കർഷക ശ്രീമതി അജന്തകുമാരി അബീഫർ. സ്വന്തമായും പാട്ടത്തിനുമായും തുടർച്ചയായി നെൽകൃഷി ചെയ്തു വരുന്നു. കൂടാതെ നിലം തരിച്ചിടാതെ കൃഷി ചെയ്യാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നു. അടുത്ത മികച്ച ക്ഷീര കർഷകൻ ശ്രീ താജുദ്ദീൻ ഇടവട്ടത്തിൽ വീട്. വെളുന്നല്ലൂർ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പാലടക്കുന്ന ക്ഷീര കർഷകനാണ്. അടുത്ത മികച്ച തേനീച്ച കർഷക ശ്രീമതി നസീമ കൊച്ചുകോണത്ത് വീട്. കൊല്ലം ജില്ലയിൽ തന്നെ 1ാം സ്ഥാനത്തെത്തിയ തേനീച്ച കർഷകയാണ്.
വെളുന്നല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീര വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അവറുകളിൽ നിന്ന് ലഭിച്ച ഈ അവാർഡ് ഇന്നത്തെ തലമുറയിലെ യുവ കർഷകർക്കായി ഞാൻ ആദരവോടെ സമർപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ മറ്റൊരു പുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.